ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, അതിൻ്റെ ഒരു ക്ഷീണത്തിലിരിക്കുവാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറേ ദിവസമായി വിചാരിക്കണോ ചെയ്യണമെന്ന്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ഇട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണിത്. പോസ്റ്റ്മോർട്ടം സ്റ്റേജ് ഞാൻ എങ്ങനെയാണ് കവർ ചെയ്തതെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പ്രസവം കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, കുഞ്ഞിനെ നോക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ കരച്ചിൽ വരുന്നൊരു സമയമാണത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എനിക്കുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ദിവ്യ ജോണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഒരു ന്യൂസിന് ശേഷമാണ്. ആ ഒരു കൊച്ച് അതിൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നുള്ളൊരു വാർത്ത കേട്ടതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് വരെ ചെയ്ത് നോക്കുന്നത്. ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഗർഭസമയത്താണ് ഞാൻ ഇതെല്ലാം കണ്ടിരുന്നത്. ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ അവെയറായിട്ട് ഇരിക്കണം, അങ്ങനെ സ്റ്റേജ് കടന്നു പോകും നമുക്ക് എന്ന് ഞാൻ അന്നേരമാണ് മനസ്സിലാക്കി വെച്ചത്. അതിനുശേഷം ഞാൻ കുറേ വീഡിയോസ് എല്ലാം കണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നേ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തോട്ട് എത്തിപ്പെടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല നമ്മൾ ആ ഒരു സ്റ്റേജിലാണ് ഉള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വരുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കേണ്ടത് അവരുടെ ചുറ്റുമുള്ളവരാണ്. ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ കൂടെ പോകുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ, അവരുടെ ചുറ്റുമുള്ള ആരാണോ അവരാണത് മനസ്സിലാക്കേണ്ടത്. നല്ല ശാന്തരായിട്ട് സമീപിക്കേണ്ട ഒരു അവസ്ഥയാണിത്. നമുക്ക് സ്വയം നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും, നമ്മൾ നല്ലൊരു അമ്മയാണോ, നമുക്കൊരു സംശയം തോന്നും, ദൈവമേ ഞാൻ നല്ലൊരു അമ്മയാണോ, എനിക്ക് മുലപ്പാൽ പോലും ഇല്ല, അപ്പം ഞാനൊരു നല്ല അമ്മയല്ലേ, അതുകൊണ്ടാണോ എനിക്ക് പാലില്ലാത്തത്, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നില്ലേ, പ്രോപ്പറായിട്ടാണോ ഞാൻ സ്നേഹിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു സംശയം വരുന്നൊരു കാലഘട്ടമാണ് അത്. ആദ്യമായിട്ട് നമ്മുടെ കയ്യിലോട്ടൊരു കുഞ്ഞിനെ കിട്ടുക, കുഞ്ഞെന്ന് പറഞ്ഞാൽ പുതിയൊരു ആൾ, അപ്പം നമുക്കറിയത്തില്ല എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണ്ടേ എന്നൊന്നും. എനിക്കൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. മോള് കരയുന്ന എന്തിനാ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം രാത്രിയൊക്കെ ഇരുന്ന് കരയും. ആദ്യം എനിക്കത് മനസ്സിലാവത്തുപോലില്ലായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞ് വിശന്നിട്ടാണ് കരയുന്നത്, പാല് കിട്ടാഞ്ഞിട്ടാണെന്ന്. എനിക്ക് പാലിൻ്റെ വളരെ കുറവുണ്ടായിരുന്നേ. അപ്പോൾ പാല് കിട്ടാഞ്ഞിട്ടാണ് കുഞ്ഞ് കരഞ്ഞതെന്ന് ഞാൻ 3 ദിവസത്തിന് ശേഷം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല പാല് കിട്ടാഞ്ഞിട്ടാണ് കുഞ്ഞ് കരയുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരാണ് പറയുന്നത് പാല് കിട്ടാഞ്ഞിട്ടാണ് കുഞ്ഞ് കരയുന്നത് എന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ബോട്ടിൽ മിൽക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് ആ ഒരു ബോട്ടിൽ മൊത്തവും കുടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞ് വിശന്നിട്ടാണ് കരഞ്ഞതെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞ് എനിക്ക് അങ്ങ് അവശതയായിപ്പോട്ടോ. നമ്മളൊരു കുഞ്ഞ് കരഞ്ഞത് വിശന്നിട്ടാണ്, അയ്യോ അതിന് വിശപ്പ് സഹിക്കാൻ വയ്യാനിട്ടാണെന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഒരുപാട് വിഷമം വന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയും, വല്ലപ്പോഴൊക്കെ പാല് പിന്നെ ബോട്ടിൽ മിൽക്ക് ആക്കി അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയും. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാണോ ഇനി കരയുന്നത്, എന്തിനാണാവോ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്യാസ് പോവാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ അമ്മയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴേ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഒന്നെങ്കിൽ വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും, അപ്പോഴായിരിക്കും കുഞ്ഞ് കിടന്ന് കരയുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് കുളിക്കാൻ വേണ്ടി പോവുമായിരിക്കും, അപ്പോഴായിരിക്കും കുഞ്ഞ് കിടന്ന് കരയുന്നത്. അല്ലെങ്കിൽ അടുക്കളയിൽ വല്ല പണി എടുത്തുകൊണ്ടിരിക്കുക, അപ്പോഴായിരിക്കും കുഞ്ഞ് കിടന്ന്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മൾ സമാധാനിപ്പിക്കാൻ നോക്കുമെങ്കിലും കുഞ്ഞ് വീണ്ടും വീണ്ടും അലറി കരയുമ്പോൾ പുതിയൊരു അമ്മമാർക്ക് അതങ്ങ് മനസ്സിലാവത്തില്ല, എന്തോത്തിന് ഈ കുഞ്ഞ് കിടന്ന് കരയുന്നത്, എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പാമ്പേഴ്സ് കറക്റ്റായിട്ട് മാറുന്നുണ്ട്, കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നുണ്ട്, എന്നിട്ടും എന്തിനായി കുഞ്ഞ് കിടന്ന് കരയുന്നതെന്നൊരു ചിന്തയാണ് നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചുറ്റും നിന്ന് ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുകൂടി ചെയ്യുവാണെങ്കിൽ പൂർത്തിയായി. അപ്പോൾ നമുക്ക് ഈ ദേഷ്യം, അവരോടുള്ള ദേഷ്യവും നമ്മളോടുള്ള ദേഷ്യവും എല്ലാം കൂടി വരുന്ന ഈ കുഞ്ഞിൻ്റെ അടുത്താണ്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഓവർ തിങ്ക് ചെയ്യാവുന്നൊരു പ്രശ്നമുണ്ട്. ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും, ദൈവമേ ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് വീട്ടിലെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ 24 മണിക്കൂറുള്ളൂ, അതിനകത്ത് 20 മണിക്കൂറും കുഞ്ഞിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കുകയും വേണം, എനിക്ക് വീട്ടിലെ പണികളെല്ലാം തീർക്കുകയും ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുളിക്കണം, ഇതെല്ലാം ചെയ്യണം, എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ മഹാക്ഷീണോ, ഉറക്കം നമ്മുടെ പ്രോപ്പർ ആവത്തില്ല. അപ്പോൾ ഉറക്കം 4-5 ദിവസം തന്നെ നമുക്ക് പ്രോപ്പർ അല്ലെങ്കിൽ തന്നെ ഓർത്ത് നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല, നമുക്കൊരു സാധനം പിടിച്ചാൽ പോലും കിട്ടത്തില്ല, കയ്യിൽ നിന്ന് കുഴഞ്ഞ് നിലത്ത് പോകുന്നൊരവസ്ഥയാണ്. കാരണം നിന്നിട്ടൊക്കെ ഞാൻ ഉറങ്ങിയ ദിവസങ്ങളുണ്ട്, ആരും നോക്കാനില്ല എന്നിട്ട് ഞാൻ ആകെ. അതുപോലെ തന്നെ നമ്മുടെ സ്വയം തലമുടി ഒന്ന് ചെയ്യുവാൻ നമുക്ക് നേരമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ വരെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആഹാരം കഴിക്കാൻ സമയമില്ല, കാരണം ആഹാരം ഉണ്ടാക്കേണ്ട ആൾ ഞാൻ തന്നെ. ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ, അതിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് പോകാൻ എനിക്ക് സമയമില്ല, കുഞ്ഞിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. കാരണം ഞാനങ്ങ് മാറിക്കഴിഞ്ഞാൽ കുഞ്ഞങ്ങ് കരയും.
അങ്ങനത്തെ അവസ്ഥ. അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഈ പണിയെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രോപ്പർ റെസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. കുഞ്ഞ് ഉറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയും കിടന്ന് ഉറങ്ങുവാണ് ചെയ്യേണ്ടത്. അതിനെന്ത് വേണം, ചുറ്റും നിൽക്കുന്നവരാണ് അതിനൊരു ആ ഒരു ഇത് ഒരുക്കി കൊടുക്കേണ്ടത്, ആ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്. ആ കുഞ്ഞ് ഉറങ്ങുമ്പോൾ അമ്മയും കൂടി ഉറങ്ങട്ടെ. അതിപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും കുഞ്ഞ് എപ്പോഴാണ് ഉറങ്ങണേ അപ്പോൾ അമ്മയും ഉറങ്ങണം. അതിന് വേണ്ടി ചുറ്റുമുള്ളവർ സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞ നാട്ടിലാണെങ്കിലും എവിടെ ആണെങ്കിലും ആൾക്കാരെന്തോ ചിന്തിക്കുന്നതെന്ന് അറിയോ, ആ കുഞ്ഞിപ്പോൾ ഉറങ്ങുമല്ലേ ബാക്കിയുള്ള പണികളെല്ലാം തീർത്തോ എന്നുള്ള രീതിയിൽ ആ അമ്മമാരുടെ അടുത്ത് പെരുമാറാം. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അമ്മയും കൂടി ഉറങ്ങണം. കാരണം രാത്രി കുഞ്ഞ് ഉറങ്ങിയില്ലെങ്കിൽ ഈ അമ്മയും ഉറങ്ങുന്നില്ല എന്നുള്ളത് ചുറ്റുമുള്ളവരാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഉണ്ടാവുക ആ സമയത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം ആ സമയത്ത്. അപ്പോൾ എനിക്ക് കൊച്ചിനെ നോക്കണം, ആഹാരം ഉണ്ടാക്കണം, വീട്ടിലെ പണികളൊക്കെ ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് പോവും. അപ്പോൾ ഈ കുഞ്ഞ് ഉറങ്ങാണ്ടിരുന്ന ഭർത്താവിനൊരു ഡിസ്റ്റർബ് ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് നിൽക്കാൻ. ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ലാത്ത നിമിഷങ്ങളാണ്. ഇപ്പോഴും മോള് വലുതായി, ആ ഒരു എന്താ പറയുക ഇച്ചിരിക്ക് ഉറക്കം കിട്ടി തുടങ്ങി കേട്ടോ. പണ്ടത്തെ പോലെ തീർത്തും ഉറക്കമില്ലാത്ത ദിവസങ്ങളല്ല. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് 5, 8, 10 ദിവസങ്ങൾ എനിക്ക് ഉറക്കമില്ല. കൊച്ചിൻ്റെ കൂടെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഈ 10, 11 ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് കുഴഞ്ഞങ്ങ് വീഴുന്ന അവസ്ഥയാണ്. പിന്നെ ഞാൻ ഒരു 5-6 മണിക്കൂർ അങ്ങനെ ബോധം പോയ പോലെ അവിടെ അങ്ങനെ കിടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഐശു ഉറങ്ങുമ്പോൾ തന്നെ ഞാനും ഐശുവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും. അതിനുശേഷം ഞാൻ എണിച്ച് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കും. ഐശുവിനെയും കൊണ്ട് തീർക്കാം. കാരണം ഇപ്പം നടക്കുകയൊക്കെ ചെയ്യുവേ. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അവിടെ നിൽക്കുകയൊക്കെ ചെയ്തോളും. അന്നേരം എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണത്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ പോസ്റ്റ്മോർട്ടം സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാർ. ഇപ്പം പുതിയ തലമുറയിൽ ഉള്ള എല്ലാ പെൺകുട്ടികളും പ്രസവിച്ചെടുക്കുന്നവരെല്ലാം അങ്ങനെ ആയിരിക്കും. ദയവായിട്ട് ഈ അയൽവക്കക്കാരൊന്നും പോയിട്ട് അവിടെ ചെന്ന് അയ്യോ കുഞ്ഞ് അച്ഛനെ പോലെ അല്ല അമ്മേനെ പോലെ അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല തല പാര പോലെ നീണ്ടിരിക്കുക, ഉരുട്ടി കുളിപ്പിക്കണം, അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ പരന്നിരിക്കുക, നിങ്ങളൊന്ന് വലിച്ചു കിട്ടണം, അങ്ങനെയൊന്നും പറയാൻ പോകരുത്. ദൈവത്തെ ഓർത്ത് എങ്ങനെയില്ല ആ ഒരു സമയം കഴിഞ്ഞ് പോയിക്കോട്ടെ. കാരണം നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ കൊച്ച് കറുത്തിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് എൻ്റെ മോള് കറുത്തിരിക്കുക, അയ്യോ കൊച്ചങ്ങ് കറുത്തിരിക്കുക എന്നല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നമുക്കങ്ങ് വിഷമം വരും. അയ്യോ എന്തിനാ അങ്ങനെ പറഞ്ഞവർ, അല്ലെങ്കിൽ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ, എന്ത് കിട്ടാനായി വന്ന് പറയുന്നവരുടെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിരുന്ന് കരയത്തുള്ളൂ. അവരുടെ അടുത്ത് തിരിച്ചൊന്നും പറയാൻ എനിക്ക് അന്നേരം പറ്റത്തില്ലായിരുന്നു. ഞാനിരുന്ന് കരയും. നമ്മുടെ ഒരു സ്റ്റേജ് അങ്ങനാ. നമുക്ക് അയ്യോ നല്ലൊരു അമ്മയല്ലേ, നമ്മൾ നല്ലൊരു അമ്മയല്ലേ എന്നൊരു തോന്നലുകൊണ്ട് തന്നെ ഇരുന്ന് കരയുക തന്നെ ഭയങ്കര ഒരു പ്രശ്നമാണത്. ആൾക്കാരെല്ലാം നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. അത് ആ ഒരു സ്റ്റേജിൽ അങ്ങനാണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നല്ല കെയറിങ് കൊടുക്കുക. പ്രസവിച്ചെടുക്കുന്ന പെൺകുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 നേരം ആഹാരം അത് നിങ്ങൾക്ക് കൊടുക്കുക. കുട്ടി എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഒരു സമയത്ത് അമ്മയെ ഉറങ്ങാൻ അനുവദിക്കുക. പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. അമ്മായിയമ്മയാണെങ്കിലും അല്ലെങ്കിൽ നാത്തൂമാരാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം അമ്മയാണെങ്കിലും ഒക്കെ മനസ്സിലാക്കുക നമ്മൾ സ്ത്രീകളാണ്. അപ്പോൾ ആണുങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു പങ്കൊന്നും വഹിക്കാൻ പറ്റത്തൊന്നുമില്ല. വേണമെങ്കിൽ കുട്ടീനെ ഒന്ന് എടുത്ത് ഒളത്തിട്ടുണ്ട് 10 മിനിറ്റ് അങ്ങോട്ടും മാറി ഇരിക്കാൻ പറ്റുമായിരിക്കും. അതല്ലാണ്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും അവർക്ക് അറിയത്തുമില്ല, അവരെ കൊണ്ട് അത് പറ്റത്തില്ല. പക്ഷെ നമ്മൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക. കാരണം സ്റ്റിച്ചൊക്കെ ഉണങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള പെൺകുട്ടികളുണ്ട്. ഈ ഷുഗറൊക്കെ കൂടുതലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ പ്രോപ്പറായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ നമുക്ക് ഈ ബാത്റൂമിലൊന്നും പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയില്ല, പ്രോപ്പറായിട്ട് കുളിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അങ്ങ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. നമ്മൾ തന്നെ അല്ലാണ്ടായി മാറും. നമുക്കങ്ങ് ദേഷ്യം വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കുക. പരമാവധി ആ പെൺകുട്ടികളെ നല്ലതായിട്ട് കെയർ ചെയ്യുക. അതാണ് വേണ്ടത്. കുറച്ച് 2-3 മാസത്തിനുള്ളിൽ ഇത് റെഡിയാവും. നമുക്കൊന്ന് ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കും. കുട്ടിയെ പാല് കൊടുക്കേണ്ട രീതി നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു രീതികൾ നമ്മൾ 2-3 മാസം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ പഠിക്കും. അതിനുശേഷം വല്ലാണ്ട് നിങ്ങൾ കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 3 മാസം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പ്രസവിച്ചെടുക്കുന്ന കുട്ടീനെ പോലെ തന്നെ അമ്മയും കൂടി കെയർ ചെയ്യുക. എനിക്ക് അതേ പറയാനുള്ളൂ. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. എൻ്റെ മോളെ നോക്കാൻ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഉറക്കം ഒളിച്ച് ഇതൊക്കെ സഹിച്ച് ജീവിച്ച് നോക്കുമായിരുന്നു. ദൈവം സഹായിച്ച് എനിക്ക് എന്താ പറയുക വലിയ എൻ്റെ മോളെ ഭയങ്കരമായിട്ടൊന്നും വേദനിപ്പിക്കേണ്ടിയോ അല്ലെങ്കിൽ അടിക്കേണ്ടിയോ ഒന്നും വന്നില്ല. ചില ആൾക്കാരുണ്ടല്ലോ അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യണം. അങ്ങനെയൊന്നും ദൈവം അനുവദിച്ചില്ല. എന്നാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.
ദൈവത്തോട്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ. ഓക്കെ, സീ യു.